മൈജാരി ഇപ്പൊ ഇവിടെ പറഞ്ഞത് പുസ്തകം വായിച്ചിട്ടാണ്. ഞങ്ങളിവിടെ പുസ്തകം വായിക്കാനല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടി അത് എഴുതിച്ച്? നിങ്ങളെ ഉക്ക വായിച്ചത്, ഞങ്ങളെ ഉക്കല്ല. നിങ്ങൾ ആരെ തൗഹീദും ശിർക്കും പഠിപ്പിക്കാനാണ് എഴുതിച്ച്? ഞങ്ങളതിൽ അഭൗതികം ഭൗതികം നിലയിൽ അഭൗതികം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഭൗതികം അതിൽ പെട്ടിട്ടില്ല. അത് മൈജാരി കൂട്ടിയതായില്ലേ? മൊയ്ലിയാര് കൂട്ടിയല്ല. അവിടെ ഒന്നും മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ നദിയിലുള്ളു. ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ പിന്നെ മരിച്ചോരാ. ഞാനിപ്പോ ഈ മൈക്ക് അങ്ങനെ തെരിയെന്ന് പറഞ്ഞാൽ അതിപ്പോ ഷിർക്കാന്ന് ഇപ്പൊ മൈജാരി പറയോ? ഏത്? ഞാനിപ്പോ ഈ മൈക്കൻ തെരിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷിർക്കാന്ന് ഇപ്പൊ മൈജാരി പറയും. അത് ഞങ്ങള് അത് ഷിർക്കാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ല എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയും? എന്താ ഇതിൽ പറഞ്ഞ എന്താന്ന് പറയാം? ഞാൻ ഒന്നും കൂടെ വായിക്കാം. നിങ്ങൾ വായിച്ച് കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ അടുത്ത ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നായിരിക്കും മൂപ്പർ. എന്തോ അറിയില്ല, ഒന്ന് കേൾക്കി. മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നായി ബുക്കിൽ എഴുതി. അത് ജീവിച്ചിരിക്കുന്നവരും മൊയ്ലിയാര് കൂട്ടിയല്ല ഈ ബുക്കിലുള്ള. മൊയ്ലിയാര് കൂട്ടിയാന്നാ മൂപ്പര് പറയുന്നത്. മൊയ്ലിയാര് കൂട്ടിയല്ല, ഈ പുസ്തകത്തിലുള്ളതാ. ഇത് പിന്നെ ആരെ പഠിപ്പിക്കാൻ എഴുതി വെച്ചാ ഞങ്ങള് അത് വായിക്കണ്ടെന്നാ മൂപ്പര് പറയുന്നത്. പിന്നെ ആർക്ക് എഴുതിയത് ഞങ്ങളിത്? ഒരു ബുക്ക് വായിച്ചിട്ട് ഞങ്ങളെ പ്രസ്ഥാനത്തെ ഒന്നടക്കം ഞങ്ങൾ തകർക്കാൻ നോക്കരുത്. അല്ല, അതല്ല ആ ശിർക്കിന് പറഞ്ഞ നിർവചനം ഞങ്ങൾ പിൻവലിച്ചു. അതല്ല നിർവചനം എന്ന് ആണത്തോടു കൂടെ ഒന്നു പറഞ്ഞളി. ഞങ്ങൾക്ക് വിരോധമല്ല. പിന്നെ ഞങ്ങള് വായിക്കൂല. അത് ഞങ്ങൾ ഒന്നും പിൻവലിക്കണില്ല. അത് അഭൗതികം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഭൗതികം അതിന് മുന്നത്തെ പറഞ്ഞ അല്ല, മനുഷ്യ കൈവിന് അതീതമായ കാര്യം എന്നാണ്. അഭൗതികം എന്നല്ല അവിടെ ഉള്ളത്. കുഞ്ഞീദ് മദനിന്റെ ബുക്കിലുള്ളത് മനുഷ്യ കൈവിന് അതീതമായ കാര്യം എന്നാ. അഭൗതികം എന്നുള്ള ഈ ബുക്കിലില്ല. നിങ്ങൾ കൂട്ടിയത് അപ്പൊ കുടുങ്ങുമ്പോ സാധാരണ ഇവര് കഴിച്ചിലാകൽ ഈ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞിട്ടാ. കാരണം ഈ സാധാരണക്കാർക്ക് തിരിയില്ല. അപ്പൊ എന്താ ഇപ്പൊ ഈ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാല്? അല്ല, പ്രാർത്ഥന എന്ന് പറയുന്ന മലയാള വാക്കില്ലെങ്കിൽ ഈ പ്രസ്ഥാനം തന്നെ അവിടെ നിലക്കൂല. കാര്യമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടീസാക്കല. ഇത് അഭൗതികം ഈ ബുക്കിലില്ല. തങ്ങൾ വന്നു നോക്കോളി, ആർക്ക് വേണമെങ്കിലും വന്നു നോക്കാം. ഇതിലുണ്ടോ അഭൗതികം? ഞാൻ കൂട്ടിയത് ഇതിലില്ല. ഇതിൽ മനുഷ്യ കൈവിന് അതീതമായ കാര്യം ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ ചോദിക്കൽ ശിർക്കാണെന്ന് അതിൽ പറഞ്ഞു. ഇതിൽ അഭൗതികം എന്നില്ല. ഞങ്ങൾ അഭൗതികം എന്നല്ല പറഞ്ഞത്. അഭൗതികവും ഭൗതികം ഭൗതികം അതിലില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കൽ ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, തീരതല്ലല്ലോ. എന്നതിൽ കാണിച്ചു തരുന്നതാണ് പേര്. ആ ഭൗതികം എന്ന് പറഞ്ഞ മുന്നത്തെ വിഷയത്തിൽപ്പെട്ടതാണ്. അതിൽ കൂട്ടിച്ചേർത്തതാണ് മൈലേരി ചെയ്തത്. ആര് കൂട്ടിച്ചേർത്തതിലോ? നോക്കി നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇതിലുണ്ടോ അഭൗതികം? ഇതിൽ അഭൗതികം കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കാണിച്ചെന്നാ കുടുങ്ങുമെന്ന് മനസ്സിലായി. അപ്പൊ കാണിച്ചില്ല. തെക്ബീർ ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളത് വായിച്ച് ഞങ്ങൾ ആ ബുക്ക് വായിച്ചിട്ടേ ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ ഒന്നും കൂട്ടിയില്ല. അഭൗതികം എന്നുള്ളൊരു വാക്ക് കുഞ്ഞീദ് മദനിന്റെ ഈ നിർവചനം പറഞ്ഞ സ്ഥലത്ത് ഉണ്ടോ ഇല്ലേ? ഇതിലില്ലാന്നാ ഞാൻ പറയുന്നത്. ഇനി ഉണ്ട് ഞങ്ങളെ വാദെങ്കിലും ഇതാ ഇത് ജനങ്ങൾക്കൊന്നും വായിച്ചു കൊടുത്ത് നിങ്ങളെ സത്യസന്ധത മാന്യത തെളിയിക്കും. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിലുള്ള മനുഷ്യ കൈവിന് അതീതമായ കാര്യം, അതീതം അധീനം എന്നതാണ് ഇവിടെ വിഷയം. ഇതിൽ അഭൗതികം എന്നുള്ളൊരു വാക്കിന് ഈ സ്ഥലത്തില്ല. വേറെ എവിടെയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സ്ഥലത്തില്ല. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് വായിച്ച് നിങ്ങളെ മാന്യത തെളിയിക്കപ്പങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ അതിലൊന്നും കൂട്ടിയിട്ടില്ല. നിങ്ങളെ ബുക്ക് വായിച്ചു. പിന്നെ നിങ്ങളെ പഠിപ്പിക്കാനല്ലേ? പിന്നെ ആരെ പഠിപ്പിക്കാനത് എഴുതിച്ചത് എനിക്കറിയില്ല. അല്ലാഹു അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ? ഞാൻ വായിച്ചതിൽ മുസ്ലിയാർ ഇവിടെ ഏതായിട്ടുണ്ട്? അതിൽ അഭൗതികം എന്നുള്ളത് വിട്ടിട്ടുണ്ട്. അഭൗതികം എന്നാണ് അതിലുള്ളത്. നിങ്ങൾ വായിച്ച് ജനങ്ങളെ തെളിയിക്കണം. ഇതിൽ അങ്ങനെയല്ല. ഇതിലുള്ളതല്ലേ വായിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒന്നും കൂടെ വായിക്കാം, കേട്ടോളി. എന്നാൽ മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ് എന്നാണ് ഇതിലുള്ളത്. ഇതിലിപ്പോ എവിടെ അഭൗതികം എന്നുണ്ടോ? ഇല്ല. ആദ്യക്ക് മനുഷ്യ കൈവിന് കഴിവില്ലാത്തതെന്ന് പറഞ്ഞു. പിന്നെ അഭൗതികം എന്ന് പറഞ്ഞു. പിന്നെ മാനസികത എന്ന് പറഞ്ഞു. പലതോടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പറയണം അഭൗതികാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ മനുഷ്യ കൈവിന് കഴിവില്ലാത്തതെന്ന്. അതാ ഞങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞത്. ആരെ ഭൗതികം ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ദീനേന അഭൗതികം എന്നുണ്ടോ? ആര് കൂട്ടി ഞങ്ങൾ ഈ പറയുന്നത്? ആദ്യക്ക് മൈലാര് പറഞ്ഞത് അഭൗതികം എന്നാണ് ആദ്യക്ക് പറഞ്ഞത്.
ആദ്യം മൈലിയർ അഭൗതികം എന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ ഞാൻ അഭൗതികം പറഞ്ഞിട്ടില്ല. ഭൗതികമായ കാര്യത്തിൽ ഈ ബുക്കല്ല ഞാൻ ആദ്യം വായിച്ചത്. ഈ ബുക്കിൽ ഇല്ലാത്തതിന് എങ്ങനെ ഞാൻ വായിക്കുന്നത്? ഈ ബുക്ക് നിങ്ങൾ കാണിച്ചു കൊണ്ട് അല്ല, ബുക്ക് കാണിച്ചതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എന്ത് ആവശ്യമില്ല? ബുക്ക് കാണേണ്ട ആവശ്യമല്ല, ബുക്കിലുണ്ട് എന്നും പറയാം. എന്താ പിന്നെ ചെയ്യാ? കുഞ്ഞീത് മദനിന്റെ ബുക്ക് കാണിച്ചു തന്നിട്ട് എന്താ ഇവിടെ? ഞങ്ങൾ ചോദിച്ചത് ഷിർക്കിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡമാണ് ചോദിച്ചത്. അതെ, മാനദണ്ഡം നിങ്ങൾ പറഞ്ഞതായി വായിച്ചെന്ന്. ഇനി ഞങ്ങള് മാനദണ്ഡ കിട്ടേണ്ടതെന്നാ രണ്ടാമത് ചോദിക്കുക. അപ്പൊ ഞാനാണ് പറയും. അപ്പൊ നിങ്ങൾ ബുക്കോട്ട് വായിക്കൂല. നിങ്ങളെ ബുക്ക് വായിച്ചത് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം പറഞ്ഞു തരാനാ. ഇനി ഞങ്ങളെ മാനദണ്ഡമല്ലോ ഉസ്താദേ, നിങ്ങളെ മാനദണ്ഡ കിട്ടേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ഞങ്ങളെ മാനദണ്ഡം ഞാൻ പറയും. അപ്പൊ അതിന് നിങ്ങളെ ബുക്കല്ല വായിക്കുക, ഖുർആനാ വായിക്കുക. തൗഹീദിന്റെയും ഷിർക്കിന്റെയും മാനദണ്ഡം പറയുമ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ വേർതിരിവ് അവിടെ ഇല്ലല്ലോ. അത് മെയിലേക്ക് ഏതും പറഞ്ഞൂടെ? തൗഹീദിന്റെയും ഷിർക്കിന്റെയും മാനദണ്ഡം പറയുന്ന പറയുമ്പോ ഞങ്ങളതാണ് പറയേണ്ടതല്ല നിങ്ങൾക്ക് പറയേണ്ടതെന്ന് ഇവിടെയുണ്ടോ? രണ്ടും പറഞ്ഞൂടെ? അതേ പറഞ്ഞ ഇത് ഇവിടെ വായിച്ച എന്തിനാണോ? നിങ്ങൾ ഇവിടെ ഷിർക്കിനെയും തൗഹീദിനെയും നിർവചിക്കുന്നതിൽ കരിഞ്ചന്ത നടത്തി ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നുണ്ട് എന്ന് ഈ കാണുന്ന ജനങ്ങൾക്കും ഈ സീഡി കേൾക്കുന്നവർക്കും ബോധ്യപ്പെടുത്താൻ ഞങ്ങളത് വായിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയൂല അറിയുമ്പോ ഞങ്ങളെ തൗഹീദ് നിങ്ങളെ തൗഹീദ് എന്ന കച്ചറ ഉണ്ടാക്കുക. ഞങ്ങളെ നിർവചനം അതല്ല ശിർക്കിന്റെയും തൗഹീദിന്റെയും. ഞങ്ങളെ നിർവചനം ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി ബിമഅനാ വുജൂബിൽ വുജൂദി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ. സ്വയം പര്യാപ്തതയുണ്ട് എന്ന നിലക്കോ അല്ലെങ്കിൽ ആരാധനക്ക് അർഹതയുണ്ട് എന്ന നിലക്കോ അല്ലാഹുവിന് ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഞങ്ങളുടെ ഭാഷയിൽ ശിർക്ക്. പക്ഷേ ആ ശിർക്ക് മറികടന്ന് ആ ശിർക്കിന് നിർവചനം ശറഹുൽ അഖായിദിൽ അല്ലാമാ തഫ്താദാനി പറഞ്ഞ നിർവചനം പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ കരിഞ്ചന്തയായി കെട്ടിയുണ്ടാക്കി നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയ ആ കള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ബുക്ക് വായിച്ച്. എന്നാ ഞങ്ങളെ നിർവചനം അതാ. അത് ശറഹുൽ അഖായിദിൽ പറഞ്ഞു, അതുപോലെ തന്നെ ശറഹുൽ മഖാസിദിൽ പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു ധാരാളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. അല്ലാഹുവിന് സ്വയം പര്യാപ്തതയുണ്ട് എന്ന നിലക്കോ അല്ലെങ്കിൽ ആരാധന ചെയ്യാനുള്ള അർഹതയുണ്ട് എന്ന നിലക്കോ അല്ലാഹുവിന് ഒരു പങ്കാളിയെ വെച്ചു കൊടുക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതേ സമയത്തിൽ ആരാധനക്ക് അർഹതയുണ്ടാകുന്ന വിഷയത്തിലും വുജൂബിൽ വുജൂദിൽ സ്വയം പര്യാപ്തതയിലും അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അത് മഹാനായ അല്ലാമാ തഫ്താസാനി ശറഹുൽ മഖാസിദിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശിർക്കിന്റെ നിർവചനം. ഈ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കും. ഞങ്ങളുടെ നിർവചനം അതാണ്.